ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 +2 2024 പാസ് മാർക്ക് എത്രയാണ്? പിന്നെ 60 മാർക്കിൻ്റെ പരീക്ഷയിൽ 18 മാർക്ക് ജയിക്കാൻ വേണ്ടടുത്ത് 16 മാർക്ക് കിട്ടിയാൽ പാസ്സാക്കുമോ? 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 മാർക്ക് ജയിക്കാൻ വേണ്ടടുത്ത് എന്ത് ചെയ്യുമോ? 22 കിട്ടിയാൽ പാസ്സാക്കുമോ? തോൽക്കുമെന്ന് പേടിയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും നിർബന്ധമായും കണ്ടിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക. കാരണം എന്താണ്, +2 റിസൾട്ടും SLC റിസൾട്ടും +1 ഒക്കെ SLC നമ്മൾ മുന്നേ ചെയ്തു. ഇത് +1 +2കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്നാൽ പോലും +1 +2കാർക്ക് എന്താണ്, തോൽക്കുമെന്ന് പേടിയുള്ളവരൊക്കെ നിർബന്ധമായും കാണുക. കാരണം റിസൾട്ട് വരുന്നവരെ എന്താണ്, മനസ്സിനൊരു ഇത് കാണില്ല, ടെൻഷനായിരിക്കും ഇപ്പോഴും റിസൾട്ട് വരുന്നവരെ. ജയിക്കുമോ. അപ്പോൾ എന്ത് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. അത് നമ്മൾ +1 കാര്യം എടുക്കുകയാണെങ്കിൽ മാർക്ക് ഏകദേശം സെയിമാണ്. അപ്പോൾ 60 മാർക്കിൻ്റെ എക്സാമിൽ 60 മാർക്കിൻ്റെ എക്സാം നോക്കുമ്പോൾ എന്താണ്, 12 അല്ല കേട്ടോ, 18 ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കാണ് പാസ് മാർക്കായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ 18 മാർക്ക് വേണ്ടടുത്ത് 16 കിട്ടിയാൽ പാസ്സാകുമോ? 2 മാർക്കിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻറ്റ് വരുന്നുണ്ട്. 2 മാർക്കിൻ്റെ ഡിഫറൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് പാസ്സാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പേപ്പറിൽ എവിടെയെങ്കിലുമൊക്കെ 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ ഇട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യാറുണ്ട്, പാസ്സാക്കി എടുക്കാറുണ്ട്. അത് എവിടെയെങ്കിലും 1 മാർക്കോ 2 മാർക്കോ കിട്ടും, നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പാസ്സാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും വേണം, പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ ഉത്തരം വേണം, എന്നാൽ തന്നെ മാത്രമേ പാസ്സാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 80 മാർക്കിൻ്റെ എക്സാമിൽ പാസ് 24ആണ്. 80 മാർക്കിൻ്റെ എക്സാമിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 24ആണ്. 80 മാർക്കിൻ്റെ എക്സാമിൽ പാസ് 24ആണ്. 24 മാർക്കോ അതിന് മേലേക്ക് കിട്ടുന്ന ഏതൊരു വിദ്യാർത്ഥിയും എന്താണ്, 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 അതിന് മേലേക്ക് കിട്ടുന്ന മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളെല്ലാം എന്ത് ചെയ്യും, പാസ്സാകുന്നതാണ്. അപ്പോൾ എന്താണ്, 22 കിട്ടിയാൽ ജയിപ്പിക്കുമോ? അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്, നിങ്ങളുടെ പേപ്പറിൽ എവിടെയെങ്കിലും ഉത്തരം 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ ഇട്ടിട്ട് നിങ്ങളെ ജയിപ്പിക്കാൻ വകയുണ്ടെങ്കിൽ, അതായത് വകയുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1/2 മാർക്കോ 1 മാർക്കോ കിട്ടിയപ്പം എന്താണ്, 24 വേണ്ടടുത്ത് 22 കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 2 മാർക്കാണ് അവിടെ ഡിഫറൻ്റ് ഉള്ളത്. ആ 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ എന്ത് ചെയ്യാൻ സാധിക്കും, പാസ്സാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ നോക്കുന്ന അധ്യാപകർക്ക് മാക്സിമം ചിലർക്കൊക്കെ മനസ്സലിവ് വരാറുണ്ട്. അതായത് 2 മാർക്ക് കൂടെ കിട്ടി ഈ കുട്ടി എങ്ങനെയും പാസ്സായി പോകുമല്ലോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ 2 മാർക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇടാൻ നോക്കും. പിന്നെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, +1 പ്രശ്നം, CE മാർക്ക് എന്ത് ചെയ്യില്ല, പാസിന് ഹെൽപ്പ് ചെയ്യില്ല. CE മാർക്ക് നോ ഹെൽപ്പ്, പാസിന് എന്ത് ചെയ്യില്ല, CE മാർക്ക് എന്ത് ചെയ്യാറില്ല, ഒരിക്കലും ഹെൽപ്പ് ചെയ്യാറില്ല. 24 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുക തന്നെ വേണം. ഇനി +2 കാര്യം എടുക്കുകയാണെങ്കിൽ ഇതേ അവസ്ഥ. 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. 18ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത് 18ആണ്. 18 മാർക്കും അതിന് മേലേക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ പാസ്സാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, 18ൽ 16 കിട്ടിയാൽ പാസ്സാക്കുമോ? അത് ഞാൻ ഈ +1 കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ ഇട്ട് 2 മാർക്കിൻ്റെ ഡിഫറൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തുണ്ട്, പാസ്സാകാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് പാസ്സാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 2 മാർക്കൊക്കെ എവിടെ ഇട്ട് തന്നാൽ ജയിപ്പിക്കും. പക്ഷേ അതിനൊറ്റൊരു നിർബന്ധം ഉള്ളൂ, എന്താണ്, പേപ്പറിൽ എന്ത് ചെയ്യണം, അധ്യാപകർക്ക് മാർക്കിടാൻ
സ്ഥലം വേണമെന്നുള്ള ഒറ്റ നിർബന്ധമേ ഉള്ളൂ. ഓക്കെ, 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 പാസ് മാർക്ക്. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 ആണ് പാസ് മാർക്കായി കണക്കാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമോ, 22 കിട്ടിയാൽ പാസ്സാകും. 22 കിട്ടിയാലൊക്കെ 2 മാർക്കിൻ്റെ ഡിഫറൻ്റൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണ്, എവിടെയെങ്കിലുമൊക്കെ 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ ഇട്ട് നിങ്ങളെ എന്ത് ചെയ്യാൻ സാധിക്കും, പാസ്സാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പാസ്സാക്കണമെങ്കിൽ എന്തിട്ടുണ്ടാണ്, നിങ്ങളുടെ പേപ്പറിൽ എന്ത് തരണം, എവിടെയെങ്കിലും ഉത്തരം വേണം. കാരണം എന്താണ്, എപ്പോഴും വാലുവേഷൻ ക്യാമ്പിൽ പോകുന്ന അധ്യാപകർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് വെള്ള പേപ്പറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് ഇടാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളുടെയൊക്കെ പരീക്ഷയുടെ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് SLCയുടെ വീഡിയോ ആയിക്കോട്ടെ, +1ൻ്റെ വീഡിയോ ആയിക്കോട്ടെ, +2ൻ്റെ വീഡിയോ ആയിക്കോട്ടെ, പരീക്ഷ സംബന്ധിച്ച് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന ഒരു മറുപടിയാണ്. അതിനകത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യമാണ്, എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യം വരുവാണെങ്കിൽ ഏതെങ്കിലും അപ്പോൾ നമ്മളത് എവിടെ പറഞ്ഞു നിർത്തിയത്, എവിടെയെങ്കിലും വെള്ള പേപ്പറിൽ ഒരിക്കലും മാർക്ക് ഇടാൻ പറ്റില്ല. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചോദ്യത്തിൻ്റെ സ്ഥലത്തല്ല നമ്മൾ നിർത്തിയത്. നിങ്ങൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം അറിയത്തില്ല, ഇംഗ്ലീഷിൽ ഒരു പാഠത്തിന് ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒന്നും എഴുതാൻ അറിയത്തില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷകളിൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. കാരണം ആ പാഠത്തെക്കുറിച്ച് അധ്യാപകർ പറഞ്ഞിട്ട് മനസ്സിലെവിടെയെങ്കിലുമൊക്കെ പോയി ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ, അവിടെ ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ 5 or 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 1 മാർക്ക് ഇടാതെ അവിടുന്ന് പോകുമോ? നിങ്ങൾ ഒരു സെൻറ്റൻസ് ആ പാഠത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ഇടാതെ അവിടുന്ന് പോകുകയല്ല അധ്യാപകർ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടി എന്ത് ചെയ്യാം, ജയിക്കാൻ സാധിക്കും. എന്താണ്, 22 ഒക്കെ മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് 24 ആക്കി ജയിക്കാൻ സാധിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് ചില വിദ്യാർത്ഥികളെ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ എന്താണ്, കൃത്യം 24 മാർക്ക് നിൽക്കുന്നത്. അതായത് 1 മാർക്ക് താഴെ പോയാൽ എന്ത് ചെയ്തേനെ, ഫെയിലായി കടന്നേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നതാണ്, പാസ്സാക്കി വിടുന്നതാണ്. അതിൽ ചില വിദ്യാർത്ഥികളൊക്കെ തന്നെ 24 സ്വന്തമായിട്ട് എഴുതിയെടുക്കുന്നതാണ് കേട്ടോ. അതായത് 24 അവർ എഴുതിയെടുക്കുന്നതാണ്. പക്ഷേ ചില വിദ്യാർത്ഥികൾക്ക് 24 കിട്ടുന്ന എല്ലാ വിദ്യാർത്ഥികളെയല്ല ഞാൻ പറഞ്ഞത്, ചില വിദ്യാർത്ഥികൾക്ക് 24 കിട്ടുന്ന ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ എഴുതിയത് 22 or 21 ഒക്കെ കാണുള്ളൂ. അതെവിടെയെങ്കിലും 1/2 മാർക്കോ 1 മാർക്കോ ഇട്ട് എന്ത് ചെയ്തതായിരിക്കും, 24 ആക്കിയതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അന്ന് എങ്ങനെയും ഒന്ന് എന്ത് ചെയ്തോട്ടെ, പാസ്സായി പൊക്കോട്ടെ എന്ന് എഴുതി എന്ത് ചെയ്യാറുണ്ട്, അധ്യാപകർ അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് നല്ല കാര്യമാണ്. അധ്യാപകർക്ക് അതൊരു മനസ്സാക്ഷി, അത് ഓരോ അധ്യാപകരുടെയും മനസ്സാക്ഷി അനുസരിച്ചിരിക്കുക. അതായത് എന്താണ്, മനസ്സാക്ഷിക്ക് അനുസരിച്ച് എങ്ങനെയും പാസ്സായി പോട്ടേപ്പാ, എന്തിനാ വെറുതെ തോപ്പിച്ചിടുന്നത് എന്നൊക്കെ ഓർത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ജയിക്കും, പേടിക്കേണ്ട. ഏകദേശം എല്ലാവരും തന്നെ ജയിക്കും, പാസ്സാകും. +2 എല്ലാ വർഷവും എത്രയാണ്, കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്രയാണ്, ഏതായാലും 95-നടുത്ത് എല്ലാ വർഷവും തന്നെ വിജയശതമാനം വരാറുണ്ട്. ഒരിക്കലും 95-ന് മേലെ +2 വിജയം പോയിട്ടില്ലെന്നാണ് എൻ്റെ. കഴിഞ്ഞ വർഷം എത്ര ഉണ്ടായിരുന്നു, അതവിടെ നിൽക്കട്ടെ. എന്തായാലും എന്ത് ചെയ്യും, ഏകദേശം തന്നെ എല്ലാ വിദ്യാർത്ഥികളും തന്നെ പാസ്സാകാറുണ്ട്. ഇനിയിപ്പം എന്താണ്, ഇനിയിപ്പം എന്താണ്, ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഫെയിലായി പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട. നമുക്ക് എന്താണ്, ജൂണോ ജൂലൈ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എളുപ്പമായിട്ട് വരും. കാരണം +2 നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിൽ ഈ സമയം തോറ്റ സബ്ജക്റ്റുകൾ മാത്രം അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഒരു വിഷയമൊക്കെ എന്തെങ്കിലും കാരണം വെച്ചാൽ ഫെയിലായി പോയി കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്കത് ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയെടുക്കാമെന്നാണ്. ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആരും ഫെയിലാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും തന്നെ പാസ്സായി പോട്ടെ എന്ന്. ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തോട്ടെ, മാർക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ ഫെയിലായതിൻ്റെ പേരിൽ, കാരണം ഫെയിലായി കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പോകാനിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ എന്താണ്, ജൂണൊക്കെ ആകുമ്പോൾ ഡിഗ്രി അഡ്മിഷൻ തുടങ്ങും. എന്നാ പ്രശ്നം, ഡിഗ്രി മാത്രമല്ല, പോളിടെക്നിക്, ITI പോലുള്ള ഇവരെല്ലാം ജൂൺ ആകുമ്പോഴാണ് അഡ്മിഷൻ തുടങ്ങുന്നത്. അപ്പോൾ ജൂൺ ആകുമ്പം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താണ്, ജൂൺ അവസാനത്തോടെ പരീക്ഷ നടത്തും. പിന്നെ അതിൻ്റെ പേപ്പർ വാല്യുവേഷൻ, അതിൻ്റെ ടാബുലേഷൻ വർക്ക് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ജൂലൈ ഓഗസ്റ്റ് ആയിട്ടുണ്ടാകും. ഒരു ഓഗസ്റ്റ് മാസം എന്തായാലും ആയിട്ടുണ്ടാകും. അപ്പോൾ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഈ ഡിഗ്രി, പോളിടെക്നിക്, ITI പോലെയുള്ള കോഴ്സുകളുടെ എന്ത് ചെയ്യും, അഡ്മിഷൻ അവർ ക്ലോസ് ആക്കിയിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിഗ്രി യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ജയിച്ചവർക്ക്
അതായത് +2 ഫെയിലായത് മൂലം ഡിഗ്രിക്ക് അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ പറ്റാതെ പോയി. എന്നാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അപേക്ഷിക്കാൻ വേണ്ടി അവസരം നൽകിയിട്ടുണ്ട്. പക്ഷെ ചില യൂണിവേഴ്സിറ്റികൾ അങ്ങനെ അവസരം നൽകാറുണ്ട്. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ജയിച്ച വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ചിലരെന്ത് ചെയ്യാറില്ല, അങ്ങനെ അലോട്ട്മെൻറ്റ് പിന്നെ അവസരം നൽകാറില്ല. അപ്പോൾ എന്താണ്, എല്ലാവരും തന്നെ പബ്ലിക്കിൽ തന്നെ പാസ്സാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്താണ് വിചാരിക്കുന്ന +2 കഴിഞ്ഞ് വിചാരിക്കുന്ന കോഴ്സിനൊക്കെ പോകണമെങ്കിൽ, കാരണം നിങ്ങളെന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുവാണെന്നത് പ്രശ്നമല്ല. കാരണം അവർക്ക് ആ ജയിച്ച മാർക്ക് ഷീറ്റ് വെച്ച് എന്ത് ചെയ്യുക, അപേക്ഷ കൊടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മളെ ഏതെങ്കിലും സബ്ജക്റ്റിന് ഫെയിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഫെയിലായെന്ന ഒറ്റ കാരണത്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ 1-2 മാർക്കിനായിരിക്കും ചില വിഷയത്തിന് ഫെയിലായി പോകുന്നത്. കാരണം അന്നേരം ആ ഫെയിലായെന്ന കാരണത്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അടുത്ത കോഴ്സിന് അഡ്മിഷൻ തുടങ്ങാൻ പറ്റില്ല, അഡ്മിഷന് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ മുമ്പിൽ കൂടെ അഡ്മിഷൻ കടന്നു പോകും. കാരണം നമുക്ക് കൊടുക്കാൻ വകയില്ല. കാരണം നമ്മൾ എന്താണ് +2 പാസ്സായിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ പാസ്സായ വിദ്യാർത്ഥികൾക്ക് അതൊരു പ്രശ്നമല്ല. കാരണം പാസ് മാർക്ക് വെച്ച് എന്ത് ചെയ്യാം, അഡ്മിഷന് കൊടുക്കാം. അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയാലും അതിൻ്റെ റിസൾട്ട് എപ്പോൾ വന്നാലും പരീക്ഷ എപ്പോൾ നടത്തിയാലും അവർക്ക് പ്രശ്നമല്ല. കാരണം അവർ പാസ്സായ മാർക്ക് വെച്ച് കൊടുക്കും. അവർക്ക് അപേക്ഷ കൊടുക്കും. ഏത് കോഴ്സായാലും ഡിഗ്രി ആയിക്കോട്ടെ, പോളിടെക്നിക്കൊക്കെ ആയിക്കോട്ടെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും, അലോട്ട്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവരും തന്നെ പാസ്സാവട്ടെ. അപ്പോൾ റിസൾട്ട് അടുത്ത മാസത്തോടെ പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.